ഇരട്ട വോട്ട് വിവാദവും കള്ളവോട്ട് വിവാദവും ഒക്കെ കത്തുന്ന സമയമാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. എം മണിയുടെ മകൾക്കും ഇരട്ട വോട്ടെന്ന ആരോപണം. CPM രാജാക്കാട് ഏരിയ സെക്രട്ടറി സുമാ സുരേന്ദ്രന് 2 പഞ്ചായത്തിൽ വോട്ടുണ്ടെന്നാണ് ആരോപണം. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിയായ സുമയ്ക്ക് 5-ാം വാർഡിലാണ് വോട്ടുള്ളത്. മുൻപ് രാജകുമാരി പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ നിന്നും മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും രാജകുമാരിയിലെ 1-ാം വാർഡിലും വോട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ CPMന്റെ രാജാക്കാട് ഏരിയ സെക്രട്ടറിയുമായ ശ്രീമതി സുമാ സുരേന്ദ്രന് രാജകുമാരി 1-ാം വാർഡ് 307-ാം നമ്പർ വോട്ടറാണ്. എന്നാൽ ഈ വ്യക്തിക്ക് രാജാക്കാട് 5-ാം വാർഡിലെ 798-ാം നമ്പർ വോട്ടറും കൂടിയാണ്. അങ്ങനെ ഇരട്ട വോട്ടാണ്. 1998 മുതൽ ഇവരിവിടെ വോട്ട് ചെയ്യുന്നതാണ്. എന്നാൽ 2018 ഇവർ സ്ഥലം വിറ്റ് പ്രിൻസ് ജോസഫ് ചക്കാങ്കൽ എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന 1-ാം നമ്പർ വാർഡ് 1-ലെ 218-ാം നമ്പർ വീട്. 2018 അത് അവരുടെ ഉടമസ്ഥയിൽ നിന്ന് കൈമാറ്റം ചെയ്ത് പോയിട്ടുള്ളതാണ്. നിലവിൽ അതിനുശേഷം അവർക്ക് ഇവിടെ വീടില്ലാത്തതും സ്ഥിരതാമസമില്ലാത്തതാണ്. സ്ഥിരം രാജാക്കാടാണ് ഇവർ സ്ഥിരതാമസം. അതേസമയം രാജകുമാരിയിൽ താമസിച്ചിരുന്ന കാലത്താണ് അവിടെ വോട്ടുണ്ടായിരുന്നതെന്നും താമസം മാറിയതോടെ പേര് നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തിരുന്നുവെന്നും സുമാ സുരേന്ദ്രൻ പറഞ്ഞു. അത് നേരത്തെ ഞാൻ രാജകുമാരി പഞ്ചായത്തിലെ താമസക്കാരിയും അവിടുത്തെ ജനപ്രതിനിധിയുമായിരുന്നു ദീർഘകാലം. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് രാജാക്കാട് പഞ്ചായത്തിലേക്ക് താമസം മാറിയത്. അപ്പം ഈ പ്രാവശ്യത്തെ അതിനുശേഷം ഇപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ എൻ്റെ വോട്ട് സ്വാഭാവികമായും അവിടെ ഉണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസ് ഇവിടെ നമ്മുടെ NRCTയിലെ അക്ഷയ കേന്ദ്രം, നമ്മുടെ CPMന്റെ ജനസേവാ കേന്ദ്രമുണ്ട്, AKG സേവാ കേന്ദ്രം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ AKG സേവാ കേന്ദ്രം വഴി എൻ്റെ വോട്ട് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ എന്തായാലും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലിൻ്റെ കുറവായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അത് ഒഴിവായിട്ടില്ല എന്നാണ് എൻ്റെ ശ്രദ്ധയിൽ വന്നത്.